മരണശേഷം തൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ബന്ധുവായിട്ടുള്ള ഷക്കീറിനെ ഏൽപ്പിക്കണമെന്നുള്ളതായിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ ഷൗക്കത്ത് പറഞ്ഞിരുന്നത്. ഇത് ഷൗക്കത്തിൻ്റെ ബന്ധുവായിട്ടുള്ള കുറിപ്പിൽ പറയുന്ന ഷക്കീറാണ്. വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, അവർ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. വലിയ ദുഃഖമുണ്ട് അദ്ദേഹത്തിന്. ഷക്കീറുമായിട്ട് നല്ല സൗഹൃദത്തിൽ ഞാനും പോയിന്. ഓൻ്റെ വണ്ടിയിൽ പോവുക, അവൻ്റെ വണ്ടി എനിക്ക് തരിക, ഓടിക്കാൻ ഹോസ്പിറ്റലിൽ എന്തിലായാലും ഒപ്പം കഴിഞ്ഞ ആൾക്കാരായിന്. അതിൻ്റെ ശേഷം ഇന്നലെ രാവിലെയാണ് ഈ വാർത്ത ഞാൻ അറിഞ്ഞത്, സൂസൈഡ് ചെയ്തു നിന്ന്. ആകെ സങ്കടമായി. ആകെ ഇങ്ങനെ ഫിറ്റ്നസ് കിട്ടാതെ ഇവിടെ കിടക്കുന്നതിൽ നല്ല ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു അല്ലേ ഷൗക്കത്ത്? കുറേ കാലം ബുദ്ധിമുട്ട് പറഞ്ഞേ. ഞാൻ വണ്ടി ഓടിക്കാൻ എടുക്കുമ്പോഴും പറയലാണ്, ഫിറ്റ്നസ് വണ്ടിക്കില്ല, വണ്ടി എടുക്കണ്ട എന്നാ പറയല്. റെഡിയാക്കിയിട്ട് എടുക്കുക, ഫിറ്റ്നസ് പെട്ടെന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞു അവന് പോയിഞ്ഞത്. വേഗം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു ഫിറ്റ്നസ് കിട്ടുമെന്നുള്ള. പിന്നെ അത് എന്തൊക്കെ കാരണത്താൽ ഫിറ്റ്നസ് കിട്ടൂല എന്നുള്ള രീതിയിലായി പോയി, എന്താ അറിയില്ല. പിന്നെയാണ് ന്യൂസ് ഞാൻ അറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരീക്കോട് പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ ഷൗക്കത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഈ ബന്ധുവായിട്ടുള്ള ഷക്കീറിന് കൈമാറിയിട്ടുണ്ട്. ഇതാണ് ആ മൊബൈൽ ഫോൺ, പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഈ മൊബൈൽ ഫോണിലാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ളത്. ഈ മൊബൈൽ ഫോണിലായിരുന്നു നിലവിൽ പുറത്തു വന്ന വീഡിയോ ദൃശ്യം ഉൾപ്പെടെ ഷൗക്കത്ത് ചിത്രീകരിച്ചിരുന്നു അല്ലേ? ഷൗക്കത്ത് ഏറെക്കാലമായിട്ട് ഉപയോഗിച്ചിരുന്ന ഫോണാണ് ഇത് തന്നത്. ഷൗക്കത്ത് പുറത്തുവിട്ടൊരു വീഡിയോ ദൃശ്യമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു തെളിവ് എന്ന നിലയിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിലധികമുള്ള ചില വിവരങ്ങളൊക്കെ തന്നെ ഈ മൊബൈൽ ഫോണിലുണ്ട്, വോയിസ് റെക്കോർഡ് ഉൾപ്പെടെയുള്ള ചില രേഖകൾ, അതോടൊപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളതുണ്ട്. പക്ഷേ ഇത് പാറ്റേൺ ലോക്കാണ്, ഇത് തുറക്കാൻ കഴിയാത്തൊരു പാറ്റേൺ ലോക്കാണ്. അത് അറിയുന്നില്ല, അവൻ പറഞ്ഞു തന്നതുമില്ല ഇതിൻ്റെ മുമ്പ്, എന്തെന്നറിയില്ല. അതാണ്, ഈ മൊബൈൽ ഫോണൊന്ന് ഒരുപക്ഷെ തുറക്കാൻ സാധിച്ചാൽ അതിനുള്ളിലുള്ള ബാക്കിയുള്ള തെളിവുകളൊക്കെ തന്നെ കണ്ടെത്താൻ സാധിക്കും. അത് പുറത്തു കൊണ്ടുവന്നാൽ നിരവധി വിഷയങ്ങൾ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും മൊബൈൽ ഫോൺ ഈ കുടുംബത്തിന് പോലീസ് കൈമാറിയിട്ടുണ്ട്. അത് കണ്ടെത്താൻ, അത് പാറ്റേൺ തുറക്കാൻ ഏതെങ്കിലും വിദഗ്ധർക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ഇവരെ സമീപിക്കാമെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ നീതി ലഭിക്കേണ്ടതുണ്ട് അല്ലേ? നീതി ലഭിക്കേണ്ടതുണ്ട്, ഉറപ്പായിട്ടും നീതി ലഭിക്കേണ്ടതുണ്ട്. എന്താണ് വിഷയം എന്ന് അറിയേണ്ടതുണ്ട്. അതിൻ്റെ കേസിൽ എന്താണ് വണ്ടിക്ക് ഫിറ്റ്നസ് കിട്ടാത്തത് എന്താണെന്ന് എന്താണ് അറിയണം. അതാണ് ആ കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും ആവശ്യമാണത്. അക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ തന്നെയാണ് അവരൊക്കെ തന്നെ സംയുക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. നജീബിനൊപ്പം മുബശ്ശർ പി അക്ബർ, മലപ്പുറം.